ലോക ആരോഗ്യ സംഘടന അവരാണ് ആധികാരികമായ പഠനം നടത്തിയ റിപ്പോർട്ട് ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുന്നത്. ഈ ക്യാൻസർ രംഗത്ത് ലോകത്ത് ആധികാരികമായി ഗവേഷണങ്ങൾ നടത്തി പ്രബന്ധങ്ങൾ തയ്യാറാക്കി പുറത്തുവിടുന്നത് അമേരിക്കയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ ചികിത്സാ കേന്ദ്രമുള്ളതും അമേരിക്കയിലാണ്. അവിടെയാണ് ഇതിന്റെ പഠനങ്ങൾ നടക്കുന്നത്. റോബർട്ട് ഓസ്റ്റിൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു പ്രൊഫസർ അമേരിക്കയിൽ ഇപ്പോഴുമുണ്ട്. അദ്ദേഹം അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 20 ക്യാൻസർ സെന്ററുകളിലെ ഏറ്റവും പ്രഗത്ഭരായ 100 ഡോക്ടർമാരെ വിളിച്ചു വരുത്തി മാസങ്ങളോളം നീണ്ടുനിന്ന പഠനത്തിന്റെ ഗവേഷണത്തിന്റെ ഫലമായി ആധികാരികമായ ഒരു റിപ്പോർട്ട് ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇത് വ്യാപിക്കുന്നത്? എങ്ങനെ ഈ മാരകമായ രോഗത്തെ എങ്ങനെ നമുക്ക് തടയാൻ കഴിയും എന്ന് ആധികാരികമായി ഗവേഷണം നടത്തി മാസങ്ങളോളം അതിനെപ്പറ്റി പഠിച്ച് ഈ രോഗലക്ഷണങ്ങൾ കണ്ടവർ രോഗിയുടെ ഓരോ സ്റ്റേജിലും നടത്തിയ വ്യത്യസ്ത മേഖലകളിൽ നടത്തിയ പഠന റിപ്പോർട്ടാണ് ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിക്കുക, ലോകത്ത് അമേരിക്കയിൽ തന്നെ ഒരു വർഷം ഈ ക്യാൻസർ രോഗം പിടിപെട്ട് മരിക്കുന്നത് 5,70,75,000 ആളുകളാണ്. കഴിഞ്ഞ വർഷം അമേരിക്കയിൽ മരിച്ചു. ഈ മാരകമായ ക്യാൻസർ രോഗം പിടിപെട്ടു ഓരോ മിനിറ്റിലും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ തടയാൻ നമുക്ക് കഴിയും. ഇന്ത്യയിലെ അവസ്ഥ എന്താ? ഇന്ത്യയിൽ ഇത് വ്യാപകമാണിപ്പോൾ. പുരുഷന്മാരിൽ ഏകദേശം 100-ലധികം ടൈപ്പ് ക്യാൻസറുകൾ ഉണ്ടെന്നാണ് പറയുന്നത് മെഡിക്കൽ സംഘം. 100-ലധികം ടൈപ്പ് ക്യാൻസറുകൾ. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളിൽ 50% ആളുകളും മരിക്കുന്നത് പുരുഷന്മാരിൽ അവരുടെ തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നുകൊണ്ടാണ്, സ്ത്രീകളിൽ ബ്രസ്റ്റിന് ക്യാൻസർ വന്നുകൊണ്ടാണ്. ക്യാൻസർ രോഗികളിൽ 100-ലധികം ടൈപ്പ് ക്യാൻസർ ഉണ്ടായിട്ടും നമ്മുടെ രാജ്യത്ത് 50%-ലധികം ക്യാൻസർ രോഗം പിടിപെടുന്നത് സ്ത്രീകളിൽ ബ്രസ്റ്റിനും പുരുഷന്മാരിൽ തൊണ്ടയ്ക്കുമാണ്. എന്താ പുരുഷന്മാരിൽ തൊണ്ടയ്ക്ക് ക്യാൻസർ വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം? ഒന്ന് പുകവലിയാണ്, മറ്റൊന്ന് മദ്യപാനമാണ്. മദ്യപാനം വന്നാൽ ലിവർ സിറോസിസ് വരാം, കരളിന് ക്യാൻസർ ബാധിക്കാം, തൊണ്ടയ്ക്കും ബാധിക്കാം. തൊണ്ടയ്ക്ക് ബാധിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് പുകവലിയാണ്, 2 ആൻസ് പോലെയുള്ള മാരകമായ വിഷാംശം കലർന്ന ചില പദാർത്ഥങ്ങൾ ചുണ്ടിനകത്ത് വെക്കുന്നവരുണ്ട്, ചവച്ച് കഴിക്കുന്നവരുണ്ട്. അവരിലാണ് ലോകത്ത് നടത്തിയ പഠനത്തിൽ അത്ര വ്യാപകമായി ക്യാൻസർ അതിവേഗം പടർന്നു പിടിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളിലാണ്. അപ്പൊ അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. മനുഷ്യന്മാരായ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. അത് നിയന്ത്രിച്ചു കൊണ്ടുവരണം. ഈ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എൻ്റെ കൈ എന്തെങ്കിലും സംഭവിച്ച് എൻ്റെ കൈ ഒടിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരു ഓപ്പറേഷൻ നടത്തി പൊട്ടിയ എല്ല് നമുക്ക് യോജിപ്പിക്കാൻ കഴിയും. അതോടുകൂടി ആ രോഗം അവസാനിച്ചു. പക്ഷെ ക്യാൻസർ എന്ന് പറയുന്ന രോഗം, ആ രോഗാണു, ഒരു ചെറിയ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ രോഗാണു അതിവേഗം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് വ്യാപിക്കും. എല്ലായിടത്തും അത് വരും. നമുക്കുള്ളൊരു പ്രയാസം എന്താണെന്ന് പറഞ്ഞാൽ ഇത് കണ്ടെത്തുന്ന കാര്യത്തിലാണ്, ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്. ഒരു രോഗി ആദ്യത്തെ സ്റ്റേജിൽ ഈ ക്യാൻസർ രോഗം തിരിച്ചറിഞ്ഞാൽ ഈ വ്യാപിപ്പിക്കുന്ന ഈ സെല്ല്, ക്യാൻസർ അണുബാധ ഒരണു നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ നശിപ്പിച്ച്
പൂർണ്ണമായും രോഗത്തിൽ നിന്ന് രോഗിയെ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് വർത്തമാന കാലഘട്ടത്തിലെ ആധുനിക ശാസ്ത്രം പഠനത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊക്കെ ഭയമാണ്. ഇപ്പൊ ഇവർ തന്നെ മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് രോഗനിർണയ ക്യാമ്പ് നടത്താൻ പോവുകയാണ് അടുത്ത മാസം 22-ാം തീയതി. നമുക്ക് പലർക്കും പേടിയാണ്. കാരണം ക്യാൻസർ രോഗനിർണയത്തിന് പോകാൻ നമുക്ക് പേടിയാണ്. നമ്മൾ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് വന്നാൽ നമ്മൾ പോകും. അതല്ലെങ്കിൽ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ആരോഗ്യ രംഗത്ത് മുഴുവൻ സമ്പൂർണമായ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിൽ പലരും പോകും. പക്ഷെ ഒരു ക്യാൻസർ അവരുണ്ടോ അത് പരിശോധിക്കുന്നതിനുള്ള ഒരു ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ പങ്കെടുക്കാൻ പേടിയാണ്. എന്തിനാ പേടിച്ചിട്ട് കാര്യം? രോഗം നമുക്കുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്ത് വന്നിരിക്കും. അതിന് തർക്കമില്ലല്ലോ. അതിന് തർക്കമുണ്ടോ? അത് വരും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുകയാണ് ഈ വേദിയിൽ. ഞാനിപ്പോ എന്റെ പ്രസംഗം തുടങ്ങി ഏകദേശം ഒരു 5-8 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഈ 8 മിനിറ്റിൽ ഇന്ത്യയിൽ ഒരു സ്ത്രീ ക്യാൻസർ ബാധിച്ച് മരിക്കുന്നു. 8 മിനിറ്റിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ ഈ പരിപാടി തുടങ്ങി ഏകദേശം അരമണിക്കൂറായി. ഈ അരമണിക്കൂറിനുള്ളിൽ ഇന്ത്യയിൽ ക്യാൻസർ ബാധിച്ച് എത്ര സ്ത്രീകൾ മരിച്ചിട്ടുണ്ടാകും? സ്ത്രീകളിൽ വ്യാപകമായിട്ട് കണ്ടുവരുന്ന ക്യാൻസർ ബ്രസ്റ്റിനാണ്. ഓരോ 8 മിനിറ്റിലും മരിക്കുകയാണ്. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ വർഷം ക്യാൻസർ ബാധിച്ച് ഇന്ത്യയിൽ മരിച്ചത് എത്ര ആളുകളാണെന്ന് അറിയോ നിങ്ങൾക്ക്? 9,30,000 ആളുകൾ. 9,30,000 ആളുകൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ക്യാൻസർ ബാധിച്ചു മരിച്ചുപോയി ഇന്ത്യയിൽ. ഓരോ ദിവസം ഇപ്പോഴത്തെ ഇതേ രീതിയിലാണ് ലോകത്ത് പോകുന്നതെങ്കിൽ 20 വർഷം കഴിഞ്ഞാൽ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ 70% ആളുകൾക്കും ക്യാൻസർ രോഗം പിടിപെടും എന്നാ പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രം. 20 വർഷം കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണ രീതി ഇങ്ങനെയാണെങ്കിൽ, രോഗത്തോട് നാം കാണിക്കുന്ന സമീപനം ഇങ്ങനെയാണെങ്കിൽ 20 വർഷം കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ജനങ്ങളിൽ 70% ആളുകൾക്കും ചെറിയ തോതിലെങ്കിലും ഈ ക്യാൻസർ അണുബാധ നമ്മുടെ ശരീരത്തിലേക്ക് വരും എന്നാണ് വൈദ്യശാസ്ത്രം നമ്മളോട് പറയുന്നത്. അപ്പൊ ഇതിനെ ഏറ്റവും എളുപ്പത്തിൽ നമുക്കിതിനെ ചെറുക്കാൻ, ഞാൻ ആധികാരികമായി ഇതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല. ഞാനിങ്ങനെ ക്യാൻസർ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ ഞാനൊന്ന് നെറ്റിൽ ഇങ്ങനെ പരിശോധിച്ചു. നമുക്കറിയാം ഇപ്പൊ പെട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പൊ കിട്ടിയ ചില കണക്കുകൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു എന്ന് മാത്രം. ആധികാരികമായിട്ട് പറയാൻ ഉസ്മാൻ ഡോക്ടർ അടക്കമുള്ള ആളുകൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അവർ നിങ്ങളോട് സംസാരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും നിങ്ങളോട് പ്രസംഗിക്കാനുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മലയാളികൾ, നിങ്ങൾ ആരെങ്കിലും തിരുവനന്തപുരത്ത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്യാൻസർ സെന്റർ RCC ആണ്, റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരത്ത് അതുള്ളത്. അവിടെ പോയിട്ടുണ്ടോ ആരെങ്കിലും? നിങ്ങൾ അവിടെ ഒന്ന് പോണം. അപ്പോഴാണ് ഇതിന്റെ മാരകമായ വശം എന്താണെന്ന്. ഞങ്ങളൊക്കെ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് പോകുന്നത് കൊണ്ട് ഇപ്പൊ ഞാനായാലും സിദ്ദീഖായാലും ഇവിടെ ഇരിക്കുന്ന അതിന്റെ സംഘാടകരിൽ പലരും അവിടെയൊക്കെ ഞങ്ങൾ ഈ പൊതുപ്രവർത്തകരാകുമ്പോൾ പല ആവശ്യങ്ങൾക്കും ഞങ്ങൾ അവിടെ പോകാറുണ്ട്. അവിടെ ഒന്ന് പോകണം. നേരത്തെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. അവിടെയുള്ള റീജിയണൽ ക്യാൻസർ സെന്റർ RCC തിരുവനന്തപുരത്താണെങ്കിലും അവിടെയുള്ള രോഗികളിൽ 50% മലബാർ മേഖലയിൽ നിന്നുള്ളവരാണ്. നമ്മുടെ ഭാഗങ്ങളാണ് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഈ ക്യാൻസർ രോഗം ഏറ്റവും കൂടുതലുള്ളത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഭക്ഷണ രീതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞത് 100-ലധികം ക്യാൻസറുകളുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും. നേരത്തെ ഇത് ഡയഗ്നോസ് ചെയ്താൽ, ഈ രോഗലക്ഷണം കണ്ടെത്തിയാൽ നമുക്കിതിനെ മാറ്റാൻ കഴിയും. നമ്മളൊക്കെ ഇത് കാണുന്നത് എപ്പോഴാണ്? രോഗി 2nd സ്റ്റേജ് കഴിഞ്ഞ് 3rd സ്റ്റേജിലേക്ക് പോകുമ്പോൾ പൂർണ്ണമായിട്ടും അവശനാകുമ്പോഴാണ് വൈദ്യശാസ്ത്രത്തിന് പിന്നെ ചികിത്സിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് നമ്മളൊക്കെ ഈ രോഗം ക്യാൻസർ ആയിരുന്നു എന്ന് നമ്മൾ അറിയുന്നത്. പിന്നീട് ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ, വേദന കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ, അത് മാത്രമേ വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ കഴിയൂ. പക്ഷെ നേരത്തെ ഇത് കണ്ടെത്തിയാൽ
നമുക്കിത് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇന്നലകളിൽ ക്യാൻസറിനെ തടയുന്നതിന് പ്രത്യേകമായ പൂർണ്ണമായ മരുന്ന് കണ്ടെത്തിയിട്ടില്ല എങ്കിലും ഈ രോഗം തുടക്കത്തിൽ ഈ രോഗം കണ്ടെത്തിയാൽ പരിപൂർണമായിട്ടും ഇത് നിയന്ത്രിച്ചു കൊണ്ടുവരാൻ, ഈ രോഗം ഉന്മൂലനം ചെയ്യാൻ കഴിയും എന്ന് ആധുനിക വൈദ്യശാസ്ത്രം ഈ കാലഘട്ടത്തിൽ ഗവേഷണം നടത്തി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്തരം ക്യാമ്പുകൾ, ഇവരിവിടെ സംഘടിപ്പിക്കുക ക്യാമ്പുകൾ, ഈ ക്യാമ്പുകൾ അതിനുള്ള ഒരു പ്രചോദനമാകണം. ഇവിടെ ഇരിക്കുന്ന നമ്മൾ പ്രസംഗിക്കുന്ന ഞാനും ഈ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ എല്ലാവരും നമുക്ക് എന്തെല്ലാം രോഗമുണ്ട് എന്ന് നമുക്കറിയില്ല. അത് കണ്ടെത്തണം. രോഗം നേരത്തെ കണ്ടെത്തിയാൽ ആ രോഗത്തിനനുസരിച്ചുള്ള മരുന്ന് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ, അതിനുള്ള ട്രീറ്റ്മെന്റ് ചികിത്സ രീതി തുടർന്നാൽ പൂർണ്ണമായിട്ടും രോഗത്തിൽ നിന്ന് മുക്തമാക്കാൻ, മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. അത് സത്യമാണ്, ആരോഗ്യ രംഗത്ത് തെളിയിച്ചതാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ. ഇപ്പൊ ഇവിടെ വന്നവര് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് ഈ ഒരു ക്യാമ്പ് ജനകീയമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. നമ്മളെല്ലാവരും പരിശോധിക്കണം. നമ്മുടെ ബ്ലഡിന്റെ ഗ്രൂപ്പ് അറിയുന്നത് പോലെ ഇപ്പം വളരെ എളുപ്പമായി. ഇത് നേരത്തെ ഈ ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ഇത്ര എളുപ്പമായിരുന്നില്ല. പലവിധ ടെസ്റ്റുകൾ നടത്തണം. ഇപ്പോ നമ്മുടെ രക്തത്തിന്റെ സാമ്പിൾ എടുത്ത് ആ രക്തം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, പ്രത്യേക പരിശോധന നടത്തി കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടോ എന്നറിയാൻ കഴിയും. അത്രയ്ക്ക് അഡ്വാൻസ് ആണ് ലോകം. അത്രയ്ക്ക് നമ്മൾ പുരോഗതി പ്രാപിച്ചു ആ രംഗത്തൊക്കെ. അപ്പൊ ഇത് വലിയ ത്യാഗപൂർണമായ ഒരു പരിശോധനയല്ല. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് രോഗമുണ്ടോ എന്ന് 22-ാം തീയതി അടുത്ത മാസം ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും തീരുമാനിക്കണം. നമ്മളെല്ലാം നിർബന്ധമായിട്ടും അതിൽ പങ്കെടുക്കണം. മറ്റുള്ളവരെയൊക്കെ അത് പങ്കെടുപ്പിക്കണം. ഇത്ര കഷ്ടപ്പെട്ട് ഈ ഗൾഫിലെ സുഹൃത്തുക്കൾ, നാട്ടിലുള്ള സുഹൃത്തുക്കൾ, ഇവരെന്തിനാ ഈ പൈസയൊക്കെ ചെലവഴിച്ച് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്? നമ്മുടെ നാട് ആരോഗ്യപൂർണമായ ഒരു നാടായി പറവണ്ണയെ മാറ്റാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. അവരെ സാമ്പത്തികമായിട്ട് വലിയ സഹായങ്ങളൊന്നും നിങ്ങൾ ആരും ചെയ്തു കൊടുക്കണ്ട. നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് വന്നൊന്ന് പരിശോധിച്ചാൽ മതി. അപ്പൊ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്താണ് രോഗം. നമുക്ക് രോഗമുണ്ടെങ്കിൽ ആ രോഗം എന്താണെന്ന് നമുക്കത് കണ്ടെത്താൻ കഴിയും. യാതൊരു തർക്കവും വേണ്ട. ഇതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ മെഡിക്കൽ സംഘം പ്രത്യേകമായി അതിന് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തീരദേശ മേഖലയിൽ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഈ രോഗം കുറച്ചുകൂടി വ്യാപിക്കുന്നുണ്ട്. അത് ഈ പ്രദേശത്തിന്റെ കുടിവെള്ള സ്രോതസ്സുകളാണോ, അതെല്ലാം മറ്റ് എന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ന് ആരോഗ്യരംഗത്തുള്ളവർ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടെത്തും. ഏതിലാണ് നമ്മുടെ കുഴപ്പം, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലാണോ ഇതിന്റെ കുഴപ്പം എന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ രോഗം നമുക്ക് വരുന്ന പല കാരണങ്ങൾ കൊണ്ട് വരുന്നുണ്ട്. സൂര്യപ്രകാശത്തിലെ ചില രശ്മികൾ ചില ആളുകളുടെ ശരീരത്തിൽ, ആ രശ്മി നേരിട്ട് ശരീരത്തിലേക്ക് വന്നാൽ സ്കിന്നിന് ഡിസീസ് ഉണ്ടാകും. നമ്മുടെ തൊലിക്ക് ചില അസുഖങ്ങൾ വരും. ആ തൊലിയുടെ അസുഖം പിന്നീട് ക്യാൻസർ ആയിട്ട് മാറുകയാണ്. അങ്ങനെ വരുന്നുണ്ട്. അമിതമായ മദ്യപാനം, അനിയന്ത്രിതമായ പുകവലി, മറ്റ് മാരകമായ പുകയില വസ്തുക്കളുടെ ഉപയോഗം, ഇതെല്ലാം വളരെ ഇന്ന് ക്യാൻസർ ഉണ്ടാക്കുന്നതിന്റെ ഒരു 60% കാരണങ്ങളും ഇതാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ്. പുകവലി കൊണ്ടാണ് പുരുഷന്മാരിൽ ബഹുഭൂരിഭാഗവും ഇത്തരത്തിലുള്ള മാരകമായ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് തൊണ്ടയ്ക്ക് ക്യാൻസർ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പുരുഷന്മാരിൽ അധികം ആളുകൾക്കും വരുന്ന ക്യാൻസർ തൊണ്ടയ്ക്കാണ്. അതല്ലെങ്കിൽ ലിവർ സിറോസിസ് ആണ്. കരളിന് വരാറുണ്ട്. പക്ഷേ മദ്യപാനം, ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കാത്ത, ജീവിതത്തിൽ ഒരിക്കലും പുകവലിക്കാത്ത, പച്ചക്കറി മാത്രം, വെജിറ്റബിൾ മാത്രം ജീവിതത്തിലുടനീളം കഴിച്ച ആളുകൾക്കും അപൂർവമായി ലിവർ സിറോസിസ് വരുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. അങ്ങനെ വന്നവരുണ്ട്, അതിന് ചികിത്സ തേടുന്നവരുണ്ട്, ആ അസുഖം വന്ന് മരിച്ചവരുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം 99% നമ്മുടെ ഈ അസുഖങ്ങൾ വരുന്നത് തൊണ്ടയ്ക്ക് ക്യാൻസർ വരുന്നത് പുകവലി കൊണ്ടാണ്. കരളിന് ക്യാൻസർ വരുന്നത് നാം കഴിക്കുന്ന മദ്യത്തിൽ നിന്നാണ്.
ഇതെല്ലാം ആരോഗ്യത്തിന് ഗുണകരമല്ലല്ലോ. വളരെ വലുതാക്കി ആ ബോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇപ്പൊ സിസറിന്റെ പാക്കറ്റ് കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ സിസറിന്റെ പാക്കറ്റിൽ സിസർ എന്ന് എഴുതിയതിനേക്കാൾ കൂടുതൽ വികൃതമായ ഒരു ഫോട്ടോ അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നിയമമാണ്. ആ ഫോട്ടോ കണ്ടാൽ അറിയാം സിഗരറ്റ് വലിച്ച് മാരകമായ ക്യാൻസർ വന്ന ഒരാളുടെ ഫോട്ടോയാണ്. അത് കണ്ടിട്ടാണ് വലിയ പൈസ കൊടുത്ത് നമ്മളിത് വാങ്ങിക്കുക. നമ്മൾ കേരളീയർ അസുഖങ്ങൾ വില കൊടുത്ത് വാങ്ങിക്കുകയാണ്, പൈസ കൊടുത്ത് അസുഖം വാങ്ങിക്കുകയാണ്. നമ്മൾ പുറത്തു പോയി ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞ് വീടുകളിൽ നിന്നുള്ള ഭക്ഷണം പറ്റാതെ നമ്മളെല്ലാം പോയി കഴിഞ്ഞ് നിങ്ങൾ നോക്ക്, നമ്മുടെ സമീപ പ്രദേശത്തെ മുഴുവൻ ഹോട്ടലുകളിലും ഏത് സമയത്തും തിരക്കാണ്. നമ്മൾ പോയി കഴിക്കേണ്ടത്, നമ്മൾ കാശ് കൊടുത്ത് രോഗം വിലക്ക് വാങ്ങിക്കുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ക്ലാസ് എടുക്കുന്നവരുള്ള ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരോട്, എൻ്റെ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഈ രോഗം മാരകമാണെങ്കിലും ഇത് നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിനുള്ള ചികിത്സയുണ്ട്, രോഗം മാറ്റിയെടുക്കാൻ കഴിയും. ലോക ആരോഗ്യ സംഘടന വിവിധ ഘട്ടങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ, നിരീക്ഷണങ്ങളിൽ എല്ലാം അത് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിത, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, നമ്മുടെ ജീവിത ശൈലി, ഡയറ്റിംഗ്, ഭക്ഷണ ക്രമീകരണം ഒരു കാരണവശാലും നമ്മളാരും, ഞാനും നിങ്ങളും അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല. ഭക്ഷണ രീതിയിലുള്ള ക്രമീകരണം കൊണ്ടുവന്നില്ല എങ്കിൽ ഭയാനകരമായ അവസ്ഥയിലേക്കാണ് നമ്മൾ. ക്യാൻസർ മാത്രമല്ല, എല്ലാ രോഗങ്ങളും നമ്മളെ പിടികൂടുകയാണ്. എല്ലാവരും പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്യം നിന്ന് പോയ രോഗങ്ങൾ പോലും വന്നുകൊണ്ട്, നിങ്ങൾക്കറിയില്ലേ, കുറ്റിപ്പുറത്ത് കോളറ വന്ന് 2-3 ആളുകൾ മരിച്ചു. ഈ കഴിഞ്ഞ മാസങ്ങളിലാണ് ഉണ്ടായത്. പഴയ കാലത്ത് കോളറ വന്നാൽ കൂട്ടുബാങ്ക് വിളിക്കുന്ന 4 കൂടിയ മൂലയിൽ കൂട്ടുബാങ്ക് വിളിച്ച് കോളറയെ ഒഴിവാക്കാൻ പഴയ കാലത്ത് നമ്മുടെ കാരണവന്മാർ നടത്തിയ പ്രവർത്തനം നമുക്കറിയാം. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു കോളറ. നമ്മൾ വിചാരിച്ചത് കോളറയൊക്കെ നാട്ടിൽ നിന്ന് പോയി എന്നാണ്. പക്ഷെ അന്യം നിന്ന് പോയ മാരകമായ രോഗങ്ങൾ അത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമ്മുടെ ശുചിത്വത്തിന്റെ പ്രശ്നം അതിലുണ്ട്, നമ്മുടെ ഭക്ഷണ രീതികളുണ്ട്, അതെല്ലാം നമുക്ക് പരിപാലിക്കാൻ കഴിയണം. ശുചിത്വ മിഷൻ നേരത്തെ പ്രസംഗം അവസാനിപ്പിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതാ, എല്ലാവർക്കും സമ്പൂർണമായ കക്കൂസ് ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുകയാണ്. പാർപ്പിടമില്ലാത്തവർക്ക് 5 വർഷം കൊണ്ട് മുഴുവൻ പാർപ്പിടം കൊടുക്കുമെന്ന് കേരള ഗവൺമെന്റ് ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ശുചിത്വത്തിന്റെ രംഗത്ത് വളരെ അധികം നമ്മൾ ശ്രദ്ധിച്ചാൽ, അതേപോലെ നമ്മുടെ ഭക്ഷണത്തിന്റെ രീതി നമ്മളൊന്ന് കുറച്ചാൽ, ഇപ്പോ വലിയ പെരുന്നാളൊക്കെ കഴിഞ്ഞു, പോത്തിനെയൊക്കെ അറുത്ത് നമ്മുടെ ഇറച്ചി ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ട എന്നല്ല, അതൊക്കെ വേണം. പക്ഷെ ഒരു നിയന്ത്രണം നമുക്ക് അനിവാര്യമാണ്, അല്ലെങ്കിൽ മാരകമായ രോഗം നമ്മളെ തേടി എത്തും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 22-ാം തീയതി നടക്കുന്ന ക്യാൻസർ നിർണയ ക്യാമ്പിൽ നമ്മളെല്ലാവരും പങ്കെടുത്ത് രോഗമില്ല എന്ന് ബോധ്യപ്പെട്ട് ആരോഗ്യമുള്ള ഒരു പറവണ്ണക്കായി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നടത്തുന്ന ഈ വലിയ ദൗത്യത്തിന് എല്ലാവിധ പിന്തുണയും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി നെടുമരുന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV സിദ്ദീഖ് അവരെ ക്ഷണിച്ചോളൂ. ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്ന ജലീൽ സംഘടനയുടെ പ്രസിഡന്റ് VM മുസ്തഫ, നമ്മുടെ ഈ ചടങ്ങിൽ ആശംസാ പ്രസംഗം നടത്തിയിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് നസറുള്ള, ഇവിടെ മുഖ്യ വിശദീകരണം ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള സോഫിയ സിസ്റ്റർ, ഇതിന്റെ ഭാരവാഹികളായിട്ടുള്ള KM ഷുക്കൂർ, UA മുസ്തഫ തുടങ്ങിയവരെ, കൂടാതെ സദസ്സിലുള്ള എനിക്ക് പ്രത്യേകം സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ. ഇതിന്റെ പ്രസിഡന്റ് KM ഷുക്കൂർ, ഞങ്ങള് അയൽക്കാരാണ്, സുഹൃത്തുക്കളാണ്. അദ്ദേഹമാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഈ ജലീൽ അസോസിയേഷന്റെ പേരിൽ ഇങ്ങനെ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്നുണ്ട്, ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം അതേ വരാമെന്നാണ് ഞാൻ പറഞ്ഞത്.
കാരണം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ, എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു 30 വർഷക്കാലം മുമ്പ് ഒരു വേള ഈ പറവണ്ണ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ 3 മാസക്കാലം പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു.